പ്യാരെ ബച്ചോ ആദാബ്. 9ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ എക്സാം ഇങ്ങ് അടുത്തെത്തിയില്ലേ? നമുക്കറിയാം, ഇതിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ദൂസരെ മൗസം എന്നുള്ളത്. 4ാമത്തെ യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് ദൂസരെ മൗസം. ഒരു കഹാനിയാണ് അല്ലേ? ഈ ഒരു കഹാനിയിൽ നിന്നുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഏതെല്ലാം തരത്തിൽ വരാം, അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചേ നോക്കൂ. 1ാമത്തെ ചോദ്യം, ഇസ് കഹാനി കെ കിർദാർ കോൻ ഹെ? ഇതിലെ കഥാപാത്രങ്ങൾ ഇസ് കഹാനി കെ കിർദാർ കോൻ കോൻ ഹെ, ആരെല്ലാം ആകുന്നു? കോൻ എന്ന് പറഞ്ഞാൽ ആരെന്നാണ്, കോൻ കോൻ ആരെല്ലാം ആകുന്നു? ആദ്യം നമുക്കറിയാം, ദൂസരെ മൗസം എന്നുള്ള കഹാനി എഴുതിയത് കാശ്മീരി ലാൽ സാക്കിർ ആണ്. കാശ്മീരി ലാൽ സാക്കിർ, അദ്ദേഹത്തിൻ്റെ കഥയാണ് ദൂസരെ മൗസം എന്നുള്ളത്. ഇസ് കഹാനിക്ക് കിർദാർ കോൻ കോൻ ഹെ, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ഒന്ന് ലീലാദേവി, മറ്റൊന്നത് ശ്രീമതി രുക്മിണി ദേവി, 3ാമത്തെ കഥാപാത്രം നൗജവാൻ. ഓക്കെ, 3 കഥാപാത്രങ്ങളെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അടുത്തൊരു ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കും, ഉൻമേ ആപ്കാ പസന്ദീദ കിർദാർ കെ ബാരെ മേ നോട്ട് ലിഖിയേ. ഇതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാം നോക്കാം നമുക്ക്. ഇസ്മേ ഇതിൽ, ഇസ്മേ ഇതിൽ, അല്ലെങ്കിൽ എ കഹാനി മേ, അങ്ങനെയും പറയാട്ടോ. ഒന്നെങ്കിൽ ഇസ്മേ എന്ന് പറഞ്ഞാൽ ഈ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്മേ ഇതിൽ, അല്ലെങ്കിൽ എ കഹാനി മേ, ഈ ഒരു കഥയിൽ, എ കഹാനി മേ അങ്ങനെ കൊടുക്കാം, ഒന്നുകൂടി എളുപ്പം. എ കഹാനി മേ, ഈ ഒരു കഥയിൽ, മേരാ പസന്ദീദ കിർദാർ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം നൗജവാൻ ലഡ്കാ ഹേ, യുവാവായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ലഡ്കാ ഹേ, ആൺകുട്ടിയാണ്. നൗജവാൻ ലഡ്കാ ഹേ. ഇസ് കഹാനി കെ, ഈ ഒരു കഥയുടെ സബ്സെ അഹം കിർദാർ ഹേ, അദ്ദേഹം ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. നൗജവാൻ എന്നുള്ളത് ഈ കഥയിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. നിങ്ങൾ ആരെക്കുറിച്ച് എഴുതുകയാണെങ്കിലും മക്കളെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്തണം. ഒന്ന്, അതിൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് എന്നുള്ളതും, രണ്ടാമത് ഇസ് കഹാനിക്ക് സബ്സെ അഹം കിർദാർ ഹേ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇതിലെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു എന്നുള്ളതാണ്. വോ അപ്നി മാം കോ മുഹബ്ബത്ത് കർത്തി ഹേ, അവർ തൻ്റെ അമ്മയെ ബഹുത്ത് മുഹബ്ബത്ത് കർത്തി ഹേ, വളരെയധികം സ്നേഹിച്ചിരുന്നു. വോ അപ്നി മാം കോ ബഹുത്ത് മുഹബ്ബത്ത് കർത്തി ഹേ, മുഹബ്ബത്ത് എന്ന് പറഞ്ഞ അർത്ഥം നമുക്കറിയാം അല്ലേ, സ്നേഹിച്ചിരുന്നു. മാം കി ഹിദ്മത്ത്, ഹിദ്മത്ത് എന്ന് പറഞ്ഞാൽ സേവനം. മാം കി ഹിദ്മത്ത്, ഉമ്മയൊക്കെയുള്ള സേവനം. അപ്നി ജിന്ദഗി സമജ്തി ഹേ, അത് എൻ്റെ ജീവിതത്തിൻ്റെ കടമയാണെന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അപ്നി ജിന്ദഗി സമജ്തി ഹേ, അതെൻ്റെ ജീവിതമാകുന്നു എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. തുടർന്നോ, വോ അപ്നി മാം കെ ലിയേ ഗുലാബി രംഗ് സാഡി ഹരീദ് കർത്തേ ഹം, അവർ തൻ്റെ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗുലാബി രംഗ് സാഡി, എന്താണ്, റോസ് നിറത്തിലുള്ള സാരി എന്ത് ചെയ്യുന്നു, ഹരീദ് കർത്തേഹം, വാങ്ങിക്കൊടുത്തിരുന്നു അല്ലേ? അദ്ദേഹത്തിന് ജോലി കിട്ടി ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തിരുന്നത് തൻ്റെ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഒരു സാരി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. 3 സാൽ പഹ്ലെ അപ്നി മാം ഇന്തിക്കാൽ ഹോത്തി ഹേ, 3 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മാം ഇന്തിക്കാൽ ഹോത്തി ഹേ, മരണപ്പെട്ടു. അബി ലീലാദേവി കോ ദേഖ് കർ അപ്നി മാം കി തരഹ് മഹ്സൂസ് ഹുവാ, ഇന്ന് ആ നൗജവാൻ ലഡ്കക്ക് ലീലാദേവിയെ കണ്ടപ്പോൾ, അബി ലീലാദേവി കോ ദേഖ് കർ, കണ്ടപ്പോൾ, അപ്നി മാം കി തരഹ് മഹ്സൂസ് ഹുവാ, തൻ്റെ അമ്മയെപ്പോലെ തോന്നി. ഓക്കെ, അപ്നി മാം കി തരഹ് മഹ്സൂസ് ഹുവാ, തൻ്റെ അമ്മയെപ്പോലെ തോന്നി. ഉൻകോ ഹിദ്മത്ത് കെ ലിയേ ഘർ മേ ലേ ഗയാ, അവരെ ലീലാദേവിയെ എന്താണ് ഹോൾഡ് പീപ്പിൾ ഹോമിൽ നിന്നും തൻ്റെ അമ്മയെപ്പോലെ സ്നേഹിക്കാൻ, ഹിദ്മത്ത് കർണേ കെ ലിയേ, അവർക്ക് സേവനം ചെയ്യാൻ, ഗർമേ ലേ ഗയെ, വീട്ടിലേക്ക് കൊണ്ടുപോയി. വളരെ സിമ്പിളായിട്ടാണ് കഥാപാത്ര നിരൂപണം നമ്മൾ ചെയ്യുന്നത്. കഥാപാത്രത്തെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഒരു നോട്ട് തയ്യാർ കീജിയെ എന്നാണ് നിങ്ങളോട് ചോദ്യം വരിക.
ഓക്കെ, എന്തൊക്കെ ശ്രദ്ധിക്കണം? ഏ കഹാനി മേ, ഈ കഥയിൽ മേരാ പസന്ദീദ കിർദാർ നൗജവാൻ ലഡ്കാ ഹേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഈ യുവാവാകുന്നു. ഇസ് കഹാനി കെ സബ്സെ അഹം കിർദാർ ഹേ, ഇത് ഈ നൗജവാൻ എന്നുള്ളത് ഈ കഥയിലെ സബ്സെ ഏറ്റവും അഹം കിർദാർ ഹേ, പ്രധാനപ്പെട്ട കഥാപാത്രമാകുന്നു. സബ്സെ അഹം കിർദാർ ഹേ അല്ലെ മർക്കസി കിർദാർ ഹേ എന്നൊക്കെ പറയാട്ടോ, കേന്ദ്ര കഥാപാത്രമാകുന്നു. മർക്കസി കിർദാർ, ഇതും കൂടി ഈ ഒരു വേർഡും കൂടി നോട്ട് ചെയ്തോളൂ. മർക്കസി കിർദാർ, കേന്ദ്ര കഥാപാത്രമാകുന്നു. വോ അപ്നി മാം കോ ബഹുത് മുഹബത്ത് കർത്തി ഹേ, അവർ തൻ്റെ അമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. മാം കി ഹിദ്മത്ത് അപ്നി ജിന്ദഗി സമജ്തി തി, അവർ ഉമ്മയ്ക്ക് സേവനം ചെയ്യാന്നുള്ളത് തൻ്റെ ജീവിത കടമയാക്കിയിട്ട് മനസ്സിലാക്കിയിരുന്നു. വോ അപ്നി മാം കെ ലിയെ ഗുലാബി രംഗ് സാഡി ഹരീദ് കർത്തേ ഹേ, എന്നാണ് തൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്തിരുന്നു? ഗുലാബി രംഗ്, റോസ് നിറത്തിലുള്ള സാരി ഹരീദിലെ വാങ്ങിക്കൊടുത്തിരുന്നു. ഹരീദ് കർത്തേ ഹേ. 3 സാൽ പഹലെ അപ്നെ മാം ഇന്തിക്കാൽ ഹോത്തിയെ, 3 വർഷം മുമ്പ് തൻ്റെ അമ്മ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അബി ലീലാദേവി കോ ദേഖ് അപ്നി മാം കി തരഹ് മഹ്സൂസ് ഹുവ, ഇന്ന് ലീലാദേവിയെ കണ്ടപ്പോൾ നൗജവാൻ ലഡ്കക്ക് തൻ്റെ അമ്മയെ പോലെ തോന്നി. അവർ ഉൻകോ ഹിദ്മത്ത് കേലിയെ ഗർമേ ലേ ഗയാ, അവർക്ക് സേവനം ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ ഒരു പാഠഭാഗം നമുക്ക് ഈ ഒരൊറ്റ പാരഗ്രാഫിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? എല്ലാവരും 2 തവണയെങ്കിലും കേട്ടിട്ട് കഥാപാത്രത്തെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാൻ ശ്രമിക്കണം. ഓക്കെ, എല്ലാവരും പഠിക്കണം. എന്തായാലും ഈ പാഠഭാഗത്ത് നിന്ന് ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു പാഠഭാഗത്തിലെ മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. നോക്കൂ, ദൂസരെ മൗസം മേക്ക് ബേസഹാര ബുഡ്ഡി മാം കി കഹാനി ഹേ. ദൂസര മൗസം എന്നുള്ള കഥ ഏക്ക് ബേസഹാര എന്നാണ്, സഹായിക്കാൻ ആളില്ലാത്തൊരു വൃദ്ധയായിട്ടുള്ള മാം കി കഹാനി ഹേ, ഒരു അമ്മയുടെ കഥയാകുന്നു. ഔർ സേ പഠിയേ, നിങ്ങളിത് വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് പഠിക്കൂ. നീച്ചെ കഹാനി കെ ചന്ദ് മക്കാലിമ ദി ഗയേ ഹേ, നീച്ചെ കഹാനി കെ ചന്ദ് മക്കാലിമ ദിയെ ഗയേ ഹേ, ഉന്മേ സെ ലീലാദേവി കെ മക്കാലിമ ചുൻകർ ലിഖിയേ. ഇതിൽ ലീലാദേവി പറഞ്ഞിട്ടുള്ള ഡയലോഗ്സുകൾ, മക്കാലിമ എന്ന് പറഞ്ഞാൽ ഡയലോഗ്സുകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ജുംല നോക്കാം. മേ ആപ്കോ അപ്നെ സാത്ത് ലേ ജാനെ ആത്തി ഹും, ഞാൻ നിങ്ങളെ, മേ ആപ്കോ അപ്നെ സാത്ത് എൻ്റെ കൂടെ, ലേ ജാനെ ആത്തി ഹും, ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ വന്നതാണ്. ഇത് പറഞ്ഞത് ആരാണ്? നൗജവാനാണ്. നമ്മോട് ചോദിച്ചത് എന്താണ്? ലീലാദേവി പറഞ്ഞിട്ടുള്ള ഡയലോഗ്സുകളാണ്. മുജ്സെ ഗർ കാ കാം കരോഗി, നിങ്ങൾ എന്നെ കൊണ്ട് വീട്ടിലെ ജോലി ചെയ്യിപ്പിക്കാനാണോ? മുജ്സെ ഗർ കാ കാം കരോഗി എന്ന് ചോദിച്ചത് ആരാണ്? ശ്രീമതി ലീലാദേവിയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. നെഹി മാംജി ആപ്കി ഹിദ്മത്ത് കരോങ്കി, ഞാൻ നിങ്ങൾക്ക് സേവനം ചെയ്യാം എന്നാരാ പറഞ്ഞത്? നൗജവാൻ ലഡ്ക. ഓക്കെ, നെഹി മാംജി മേ ആപ്കി, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആപ്കി ഹിദ്മത്ത് കരോങ്കി, ഞാൻ നിങ്ങൾക്ക് സേവനം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അടുത്തെന്താണ്? തും ക്യൂ മുജെ ഇസ് ഓൾഡ് പീപ്പിൾ ഹോം സെ ഉഡ്കർ അപ്നെ ഘർ ലേ ആത്തി ഹോ. തും ക്യൂ, നിങ്ങൾ എന്തുകൊണ്ടാണ്? തും മുജെ ഇസ് ഓൾഡ് പീപ്പിൾ ഹോം സെ, ഈ ഓൾഡ് പീപ്പിൾ ഹോമിൽ നിന്ന് ഉഡ്കർ അപ്നെ ഘർ, നിങ്ങളുടെ വീട്ടിലേക്ക് ലേ ആയി ഹോ, കൊണ്ടുപോകുന്നത് ശ്രീമതി ലീലാദേവിയുടെ ചോദ്യമാണ്. നിങ്ങൾ എന്തിനാണ് ഈ ഓൾഡ് പീപ്പിൾ ഹോമിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത്തരത്തിൽ ചോദ്യം വരാം. ഡയലോഗ്സുകൾ തന്നിട്ട് ആരാണ് പറഞ്ഞത് എന്നുള്ള ചോദ്യം വരാം. മറ്റൊന്നത് പിന്നെ കഥാപാത്രത്തെ നിരൂപണം ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് വരാം. എല്ലാ കുട്ടികളും സിമ്പിളായിട്ട് 2 തവണ കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കാൻ കഴിയും.